ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറം 2 ആണ്. 2ൽ പറഞ്ഞിരിക്കുന്നത് ലെറ്റ് ഫൈ ഫ്രം യു ടു ആർ പ്ലസ് 1 ബി എ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസ് ഇൻ ആർ എൻ പ്ലസ് 1 ആൻഡ് ലെറ്റ് പി ബിലോങ്സ് ടു യു. വെച്ചാൽ ഫൈ ഒരു എൻ സർഫസ് ആണ്. സോ ഒബ്വിയസ്ലി ദിസ് യു ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ എൻ. ആർ എന്നിൽ നിന്ന് ആർ എൻ പ്ലസ് 1ലേക്കുള്ള ഒരു പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസ് വന്നിട്ടുണ്ട്. ഈ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് ഒരു സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ലാസ്റ്റ് ഇയറിൽ നമ്മൾ പ്രൂവ് ചെയ്ത് ഒരു എൻ സർഫസ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ലോക്കലി ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് എന്നാൽ ലോക്കലി വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് ആസ് എ സർഫസ്. ഓക്കെ, അപ്പോൾ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് എന്ന് പറയുന്നത് ഫൈ ഫ്രം യു ടു ആർ എൻ പ്ലസ് 1 വിത്ത് റെഗുലാരിറ്റി. അപ്പോൾ നമ്മൾ ഇനി എന്ത് പ്രൂവ് ചെയ്യണം? ഈ ഫൈ ഓഫ് യു എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫൈ ഓഫ് യു തന്നെ നമുക്ക് സർഫസ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളൊരു പി ഫിക്സ് ചെയ്താൽ ലോക്കലി അല്ലെങ്കിൽ പി ബിലോങ്സ് ടു യു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ ഓപ്പൺ സെറ്റ് അബൌട്ട് പി സച്ച് ദാറ്റ് ദിസ് ഫൈ ഓഫ് യു വൺ. അപ്പോൾ ആ ഓപ്പൺ സെറ്റ് നമുക്ക് യു വൺ എന്ന് വിളിക്കാം. ഫൈ ഓഫ് യു വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു എൻ സർഫസ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻ സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഫൈ ഓഫ് യു വൺ എന്ന് പറയുന്നത് ഫോർ സം എഫ് ഇൻവേഴ്സ് ഓഫ് സംതിങ് എഴുതാൻ പറ്റണം. നമ്മൾ ഇൻഫാക്ട് വിൽ പ്രൂവ് ദാറ്റ് ദിസ് ഫൈ ഓഫ് യു വൺ ഇസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് 0. വി വിൽ പ്രോപ്പർലി ഡിഫൈൻ എഫ് ഓൾസോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഈ എഫ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഉപയോഗിക്കാനായിട്ട് നമുക്കൊരു സൈ ഡിഫൈൻ ചെയ്യണം. സൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് psi is a function from, we define the psi from u cross r to rn plus 1. അപ്പോൾ ഈ യു എന്ന് പറയുന്ന ആർ എൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് യു ക്രോസ് ആർ വിൽ ബി എ സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് 1. സോ ദിസ് സൈ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫംഗ്ഷൻ ഫ്രം ആർ എൻ പ്ലസ് 1 ടു ആർ എൻ പ്ലസ് 1, അല്ലെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ആർ എൻ പ്ലസ് 1 ടു ആർ എൻ പ്ലസ് 1 ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഓക്കെ, ദിസ് ഇസ് ഡിഫൈൻഡ് ബൈ സൈ ഓഫ് we need to take an element from this cross product, so that will be an ordered pair. Like first coordinate comes from this u and the second from r. So we choose psi of q comma s. Q comes from u and s comes from r. So the image of this quantity is phi of q. Since phi is defined over this u, then phi of q is defined phi of q plus s times n of q. Okay, s times n of q, where this n of q is the vector part of q of the orientation vector field along alpha. Okay, നമ്മൾ എടുത്തിരിക്കുന്ന പാരാമീറ്ററൈസ്ഡ് വെക്ടറിലെ വെക്ടർ ഫീൽഡിലെ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസിൻ്റെ ഓറിയൻറ്റേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വെക്ടർ ഫീൽഡ് അലോങ് ആൽഫ അലോങ് ഫൈ ഉണ്ടാവും. അതിൻ്റെ വെക്ടർ പാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏത് പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് ഉണ്ടെങ്കിലും നമുക്ക് ഓറിയൻറ്റേഷൻ ഡിഫൈൻ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഓറിയൻറ്റേഷൻ ഡിഫൈൻ ചെയ്യുന്നാൽ വെക്ടർ പാർട്ടാണ്. ഓക്കെ, ഓറിയൻറ്റേഷൻ വെക്ടർ ഫീൽഡിൻ്റെ വെക്ടർ പാർട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സൈയുടെ ജാക്കോബിയൻ മെട്രിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. സൈയുടെ ജാക്കോബിയൻ മെട്രിക്സ് അറ്റ് p, 0 ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. വി വിൽ പ്രൂവ് ദാറ്റ് ദിസ് ജാക്കോബിയൻ ഈസ് നോൺ സിംഗുലർ. ഓക്കെ, സോ ഹൗ വിൽ യു ഇവാലുവേറ്റ് ദിസ് j psi p, 0? അപ്പോൾ ഇതിന് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെൻറ്റ് സൈയുടെ കമ്പോണൻസ് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ സൈയുടെ കമ്പോണൻസ് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറയുന്നത് ആദ്യം ഫൈയുടെ കമ്പോണൻസ് കണ്ടെത്തുന്നതാണ്. ഫൈ എന്ന് പറയുന്നത് യുവിൽ നിന്ന് ആർ എൻ പ്ലസ് 1ലേക്കാണ്. സോ ദർ ആർ n plus 1 components for this phi. Okay, so phi of q can be decomposed as phi 1 of q, phi 2 of q, etc. phi n plus 1 of q. Okay, similarly this n is also comes from the vector orientation vector field. So this will have n plus 1 components. Okay, so using this you can write this as this vector in r plus 1 as phi 1 of q plus s times n1. Okay, etc. phi n plus 1 of q plus s times n plus 1, n plus 1, s times n plus 1. ഇതാണ് കമ്പോണൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ മാട്രിക്സ് എഴുതുക? ഈ മാട്രിക്സ് എഴുതുന്നത്
ഓരോ കമ്പോണൻറ്റിൻ്റെയും ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യണം. ഓക്കെ, φ1 ഓഫ് ക്യൂ ഇപ്പോൾ ക്യൂ എന്ന് പറയുന്നത് Rnലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ സിൻസ് ദിസ് ക്യൂ ബിലോങ്സ് ടു യു വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ Rn, സോ ദിസ് ക്യൂ ഇസ് ഓഫ് ദ ഫോം x1 x2 എക്സെട്ര xn എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്യൂ കോമ എസ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ കോമ എസ് ഇസ് ഇൻ ഫാക്ട് x1 x2 എക്സെട്ര xn കോമ എസ് ആണ്. അപ്പോൾ ഇതാണ് n+1 കമ്പോണൻസ്. അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെ ടേംസിലും നമ്മൾ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഓരോ ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റിൻ്റെ ടേംസിലും അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഡെറിവേറ്റീവ് എഴുതുന്നതാണ്. അപ്പോൾ ശരിക്കും ഇവിടെ എഴുതേണ്ടത് ഈ മെട്രിക്സിൽ വരുന്ന എൻട്രീസ് എന്ന് പറയുന്നത് ഈ കമ്പോണൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും, ഇതാണ് ψ1 വിത്ത് റെസ്പെക്ട് ടു x1 ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡോ φ1 ബൈ ഡോ x1 വരും, പ്ലസ് ഈ എസ് ഈ പറയുന്ന എസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് ഇസ് എ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, സോ എസ് ടൈംസ് n1 എന്നാണ് φ1 പ്ലസ് ആക്ച്വലി വി ക്യാൻ റൈറ്റ് ദിസ് ഇസ് φ1 പ്ലസ് എസ് ടൈംസ് n1. ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x1 ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് കണ്ടെത്തുമ്പോൾ ഡോ φ1 ബൈ ഡോ x1 വരും, പ്ലസ് എസ് ടൈംസ് ഡോ n1 ബൈ ഡോ ഡോ x1 വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ എസ് ഉള്ള സ്ഥലത്തെല്ലാം 0 കൊടുക്കണം, കാരണം നമ്മൾ p,0 ആണ് ഇവാലുവേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ n1ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x1 എന്താണെങ്കിലും നമ്മൾ അതിനെ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ actually we need not bother about the second term, okay, because we will put s equal to 0, so that will be 0, the second term will be 0, so we can write this is equal to d φ1 by dx1, dou φ1 by dou x1. Okay, similarly if you take this the second variable dou x2, then this is again dou φ1 by dou x2. നമുക്കറിയാം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x2 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും s0 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ടേംസ് ഫസ്റ്റ് റോയിലുള്ള ടേംസ് എല്ലാം തന്നെ എന്തായിട്ട് മാറും? ഈ പറയുന്ന φ1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് മാറും. വേറെ ഡോ φ1 ബൈ ഡോ എസ്, ഓക്കെ, ഡോ എസ് ഫസ്റ്റ് ലാസ്റ്റ് കമ്പോണൻറ്റ് മാത്രം ഇത് x1 x2 എക്സെട്ര, സോ വി വിൽ റൈറ്റ് ഹിയർ അപ് ടു n. ഇനി ലാസ്റ്റ് കമ്പോണൻറ്റ് n+1 കമ്പോണൻറ്റ് നമ്മുടെ s ആണ്. അപ്പോൾ φ1ന് ദിസ് വി നീഡ് ടു റൈറ്റ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പോൾ ഈ φ1-നകത്താണെങ്കിൽ φ1 ഓഫ് ക്യൂവിനകത്താണെങ്കിൽ x1 x2 എക്സെട്ര xn വരെ ഉള്ളൂ. അപ്പോൾ എസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0, ഇതിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എസ് വിത്ത് റെസ്പെക്ട് എസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 1 ടൈംസ് n1 വരും. സോ വി വിൽ റൈറ്റ് ദിസ് ഇസ് n1. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ അതേപോലെ തന്നെ വരും. ഡോ x1 ഡോ φ2 ബൈ ഡോ x2, ഇവിടെ ഡോ φ2 ബൈ ഡോ xn വിത്ത് റെസ്പെക്ട് x ചെയ്യുമ്പോൾ ഇവിടെ n2 ആയിരിക്കും മാത്രം. സിമിലർലി വി റൈറ്റ് ദ ലാസ്റ്റ് റോ വിൽ ബി ഡോ φn+1 ബൈ ഡോ x1, ഡോ φn+1 ബൈ ഡോ x2 എക്സെട്ര എക്സെട്ര, ഡോ φn+1 ബൈ ഡോ xn, n ലാസ്റ്റ് ടൈം, അതായത് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് എസ്, ദാറ്റ് വിൽ ബി n+1. ഇതാണ് ആക്ച്വലി ജാക്കോബിയൻ മാട്രിക്സ് ആയിരിക്കുക. അപ്പോൾ ഇതിനെ ശരിക്കും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ പറയുന്ന പാർട്ട്, അതായത് ആദ്യത്തെ n കോളംസ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ ജാക്കോബിയൻ ഓഫ് φ. ഓക്കെ, ജാക്കോബിയൻ ഓഫ് φ അറ്റ് p ആയിരിക്കും അത്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്വിയസ്ലി ദാറ്റ് ഈസ് അവർ n1 n2 എക്സെട്ര, നമ്മുടെ നോർമൽ വെക്ടർ ഫീൽഡായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത n ആണ്. ആക്ച്വലി ഇതാണ് ആ മെട്രിക്സ്. ഈ മെട്രിക്സ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എന്താ പറയുക ഡിറ്റർമിനൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കമ്പോണൻസ് ഡോ φ1 ബൈ ഡോ x1, ഡോ φ2 ബൈ ഡോ x2 എക്സെട്ര എന്ന് പറയുന്ന കമ്പോണൻസിനെ നമുക്ക് E1 ഓഫ് ദിസ് p എന്ന് വിളിക്കാം, എക്സെട്ര എക്സെട്ര, as we have En of p, then we have n of p. ഓക്കെ, അതായത് ഈ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്, ഇതിലിരിക്കുന്ന ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റ് വെക്ടർ സ്പേസ്, കോർഡിനേറ്റ് വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നതിലെ ഫസ്റ്റ് കോളമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് E1 വെച്ച് പറയാം. അടുത്തത് E2 ആണ്. അടുത്തത് ഇതെല്ലാം
ഇ എൻ ആണ്. അടുത്ത ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോർമൽ വെക്ടർ ഫീൽഡിൻ്റെ ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് കോർഡിനേറ്റ് വെക്ടർ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന E1 E2 EN എല്ലാം ഓക്കെ അത് എന്തായിട്ട് മാറും, ഇ ഐസ് എല്ലാം കോർഡിനേറ്റ് വെക്ടർ ഫീൽഡുകളെല്ലാം വെക്ടർ ഫീൽഡിൻ്റെ കമ്പോണൻസ് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് അത് പിന്നെ നോർമലിനോട് ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈ പറഞ്ഞ n+1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കോളംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത ജെ സൈ p,0 അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ജെ സൈ p,0 എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഇതെല്ലാം എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ജെ സൈ എന്ന് പറയുന്ന അതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഉപയോഗിക്കാം. നമ്മളൊരു ഫംഗ്ഷൻ ഫ്രം Rn+1 to Rn+1 ഡിഫൈൻ ചെയ്തു. അത് p,0 എന്ന് പറഞ്ഞ പോയിന്റിൽ ജാക്കോബിയൻ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും, p,0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാവും. p,0 ബിലോങ്സ് ടു അല്ലെങ്കിൽ ദർ എക്സിസ്റ്റഡ് ഓപ്പൺ സെറ്റ് V such that p,0 belongs to V അല്ലെങ്കിൽ about p,0 there exists an open set such that this psi restricted to that open set okay maps that V onto an open set V അല്ലെങ്കിൽ V എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൽ നിന്ന് ഒരു 1 onto ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ആളെ അല്ലെങ്കിൽ ഈ പറയുന്ന സൈനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ സോ that will be psi restricted to V of the image set. നമുക്ക് വേണമെങ്കിൽ W എന്ന് അങ്ങനെ വിളിക്കാം. എനിവേ ദിസ് V എന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആയിരിക്കും, ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് U ക്രോസ് R എന്നാണ്. സോ വേർ ദിസ് V ഈസ് എ സബ്സെറ്റ് ഓഫ് U ക്രോസ് R. ഓക്കെ ഇങ്ങനെ നമുക്കൊരു ഓപ്പൺ സെറ്റ് കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇത് 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും, പിന്നെ ഇതിൻ്റെ ഇൻവേഴ്സ് psi restricted to V ഇൻവേഴ്സ് എന്ന് പറയുന്നതായിരിക്കും സ്മൂത്ത് ആയിരിക്കും. ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക V എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും U ക്രോസ് ആറിൻ്റെ സബ്സെറ്റാണ്. പിന്നെ p,0 എന്ന് പറയുന്നത് ആറിലെ വിയിലെ മെമ്പറുമാണ്. അല്ലെങ്കിൽ p,0 നമ്മളുടെ ഓപ്പൺ സെറ്റ് അബൌട്ട് p,0 ഓപ്പൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു ഡയറക്ഷനിൽ നമ്മുടെ യുവിൻ്റെ ഡൊമൈനും അതിന് ക്രോസ് ആയിട്ട് നമുക്ക് ആറും ഒരു റിയൽ ആക്സിസ് കൊടുക്കുക. ഇത് n=1 കേസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ p,0 അല്ലെങ്കിൽ ഇത് നമ്മൾ U എന്ന് പറയുന്നത് ഇവിടെയാണ്, ക്രോസ് R എന്ന് പറയുന്നത് ഇവിടെയാണ്. R ഈ ഡയറക്ഷൻ എടുക്കുക, x1 U എടുക്കുക, U എലമെൻറ്റ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ p,0 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്പൺ സെറ്റ് കിട്ടിയാൽ അതിനേക്കാൾ ചെറിയ എല്ലാ ഓപ്പൺ സെറ്റിനും ഈ പറയുന്ന 1 1 1 2 നേച്ചറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പൺ സെറ്റ് നമുക്ക് ചെറുതാക്കാം. ഓപ്പൺ സെറ്റിനെ ചെറുതാക്കി നമുക്ക് എന്ത് കൊണ്ടുവരാൻ പറ്റും, ഒരു U1 കൊണ്ടുവരാൻ പറ്റും. U1 ഇസ് ഫുള്ളി കണ്ടന്റ് അല്ലെങ്കിൽ V എന്ന് പറയുന്നതിനെ നമുക്കിനി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, V ഇസ് എ സബ്സെറ്റ് ഓഫ് V ക്രോസ് R ആയതുകൊണ്ട് തന്നെ V ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് U1 ക്രോസ് I എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ ഒരു ഫോം കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പോൾ ഈ U1 ക്രോസ് I എന്ന് പറഞ്ഞാൽ U1 എന്ന് പറയുന്നത് യുവിനകത്തായിരിക്കും, I എന്ന് പറയുന്നത് ഈ പറയുന്ന ആറിൻ്റെ സബ്സെറ്റ് ആയിരിക്കും, ഇൻ്റർവെൽ ആയിരിക്കും. അങ്ങനെ തന്നെ നമുക്ക് ഇയാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ V എന്ന് പറയുന്നത് എങ്ങനെയായതുകൊണ്ട്, V എന്ന് പറയുന്നത് U ക്രോസ് ആറിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട്, അപ്പോൾ ഈ യുവിനകത്ത് എടുക്കുന്നൊരു ഓപ്പൺ സെറ്റ് ക്രോസ് ആറിനകത്ത് എടുക്കുന്നൊരു ഓപ്പൺ ഇൻ്റർവെൽ, ആ ഫോമിൽ നമുക്ക് ഈ പറയുന്ന V എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ ഒരു ഫോം കണ്ടെത്തിയെന്നുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്കിനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഐക്കകത്ത് ഒബ്വിയസ്ലി 0 വിൽ ബി ആൻ മെമ്പർ ഓഫ് ഐ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു V കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ U1 ക്രോസ് I കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്, ഫൈ ഓഫ് U1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം, ഒരു F ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞൊരു F ആയിട്ട് മാറണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു F ഡിഫൈൻ ചെയ്യണം. അടുത്ത നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു F ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ F ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ F എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എവിടെ നിന്നാണ്, ഇമേജ് ഓഫ് സൈ റെസ്ട്രിക്റ്റഡ് ടു V എന്നാണ്. ഓക്കെ കാരണം സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ U ക്രോസ് R ടു Rn+1 ആണ്. അപ്പോൾ F ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഡൊമൈൻ Rn+1 അല്ല, Rn+1 ഒരു സബ്സെറ്റ് ആയിരിക്കണം. നമ്മൾ U എന്നൊക്കെ പറയാറുള്ളത് ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്കെയിലർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ. അപ്പോൾ ഇതെന്ന് പറയുന്ന ആരുടെ സബ്സെറ്റ് ആയിരിക്കും, Rn+1 ഒരു സബ്സെറ്റ് ആയിരിക്കും.
ഇവിടുന്ന് ആറിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് എങ്ങോട്ടാണ്? ആറിലേക്കാണ്. ആ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുന്നത്? എഫ് ഓഫ് ഇമേജ് സൈ ഓഫ് വിയിലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സൈയുടെ ഇമേജ് സെറ്റ് നമ്മൾ സൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സൈ ഓഫ് ക്യൂ കോമാസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഫോമിലുള്ള ഒരാളായിരിക്കും അല്ലെങ്കിൽ ഇമേജ് സൈ റെസ്ട്രിക്റ്റഡ് ടു വിയിൽ ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്താണെന്ന് പറഞ്ഞാൽ മതി. എന്നുവെച്ചാൽ 5q + s(n of q) എന്ന് പറയുന്ന ഒരാളുടെ ഇമേജ് എന്ന് പറയുന്നത്, കാരണം ഇത് ഇമേജ് സൈ വിയിലുള്ളതാണ്. അപ്പോൾ ഇയാളുടെ ഇമേജ് അണ്ടർ എഫ് ഒരു റിയൽ നമ്പർ പറയണം. ആ റിയൽ നമ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് എസ് എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ഓൾ 5q + s(n of q) belongs to ഇമേജ് സൈ റെസ്ട്രിക്റ്റഡ് ടു വി. ഇവിടെയുള്ള എല്ലാ പോയിന്റ്സിനും എൻ്റെ ഇമേജ് എസ് ആയിരിക്കും. അപ്പോൾ ഇനി ഒബ്വിയസ്ലി നമുക്ക് ഇത് ഇനി ചെക്ക് ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. 5 of u1 എന്ന് പറയുന്നത് എന്താണെന്ന് ചെക്ക് ചെയ്യണം. f ഇൻവേഴ്സ് ഓഫ് 0 ആണെന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഇനി നമുക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ എഫ് എന്ന് പറയുന്നത് സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എഫ് 5 of q + s ടൈംസ് n of q, അല്ലെങ്കിൽ ഇതൊരു കമ്പോണൻസ് ആയിട്ട് നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്നത്. ആ കമ്പോണൻസ് ഒരു എസ് എന്ന് പറയുന്ന ഒരു റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് അവർ സൈ ഓഫ് ക്യൂ കോമാസ്. അങ്ങനെ എഴുതുവാണെങ്കിൽ ദിസ് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് 2 സ്മൂത്ത് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ സൈ സ്മൂത്താണ്, സോ എഫ് കോമ്പോസിഷൻ സൈ എന്തായിരിക്കും? സ്മൂത്താന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്മൂത്ത്നെസ്സിനെ പറ്റി നമുക്ക് ഡൗട്ടൊന്നുമില്ല. ഇത് ഈ പറയുന്ന എഫിൻ്റെ അല്ലെങ്കിൽ ഈ 5ടെയും സൈഡൊക്കെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് സ്മൂത്തായിരിക്കും. അതായത് ഇത് സ്മൂത്താന്ന് പറയണമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം 5 of psi of q, s എന്ന് പറയുന്ന ക്വാണ്ടിറ്റി psi റെസ്ട്രിക്റ്റഡ് ടു v ഇൻവേഴ്സ് ഓഫ് q, s. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെയും ഇത് ഡിഫൈൻ സൈ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന Rn+1 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ഈ പറഞ്ഞ ഫംഗ്ഷൻ്റെയും വി ക്യാൻ ടേക്ക് കോമ്പോസിഷൻ ദിസ് കോർഡിനേറ്റ് ഫംഗ്ഷൻ. കോർഡിനേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊജക്ഷൻ എന്നൊക്കെ വിളിക്കാം. P1 ഓഫ് അല്ലെങ്കിൽ P1 ഫ്രം u1 ക്രോസ് i to i. ഓക്കെ, എന്നുവെച്ചാൽ P1 ഓഫ് എനി q, s ഈക്വൽ ടു എസ്. ദിസ് ഇസ് ദാറ്റ് പ്രൊജക്ഷൻ മാപ്പ്. ഇത് പ്രൊജക്ഷൻ മാപ്പാണ്. ഇത് സ്മൂത്ത് ഫംഗ്ഷനാണ്. ഇനി സൈ ഇൻവേഴ്സ് വി എന്ന് പറയുന്നതും സ്മൂത്ത് ഫംഗ്ഷനാണ്. അപ്പോൾ ഈ P1ൻ്റെയും P1 കോമ്പോസിഷൻ സൈ restricted to v inverse, okay, of q of we can write this as q, psi of q, s. So f of psi of q, s this function of psi of q, s would evaluate that left side will be s. Okay, what is the right side? Right side will be P1 of psi restricted to v inverse of psi of q, s, that is q, s, which is equal to s itself. So f can be considered as composition of P1. P1 is a projection. P1 and the psi restricted to v inverse. Psi projection smooth ആണ്, psi restricted to v inverse smooth ആണ്. കാരണം v എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫ് സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് സ്മൂത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്താൽ മതി? 5 of u1 എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 0 ആണെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇതാണ് നമുക്കിനി അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്താണെന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബൈ ഡെഫിനിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് 0 കൺസിസ്റ്റ് ഓഫ് എഫിൻ്റെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഇമേജ് സൈ വി ആണ്. ഓക്കെ, അപ്പോൾ എഫിൻ്റെ ഡൊമൈനിലുള്ളത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സൈ ഓഫ് ക്യൂ, s ആയിരിക്കും. കാരണം ഇമേജ് സൈ വിയിലെ മെമ്പറാണ്. ദിസ് ബിലോങ്സ് ടു സൈ ഓഫ് ക്യൂ, s എന്ന് പറയുന്നത് ഇമേജ് സൈ റെസ്ട്രിക്റ്റഡ് ടു വിയിലെ മെമ്പറാണ് കേട്ടോ. ദിസ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ദിസ് സച്ച് ദാറ്റ് എഫ് ഓഫ് സൈ ഓഫ് ക്യൂ, s എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ ക്യൂ, s സച്ച് ദാറ്റ് എഫ് ഓഫ് ക്യൂ, s 0 ആവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ക്യൂവും ഇതും എവിടെ നിന്നാണ് വരണമെന്നും കൂടെ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് ഇഫ് യു റൈറ്റ് this equals 0,
f of this quantity equal to 0 where q belongs to u1 and s belongs to I. ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ എഫ് ഇൻവേഴ്സ് സീറോ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ഇൻവേഴ്സ് സീറോ നമുക്ക് ഇനി എന്ത് എഴുതാൻ പറ്റും? എഫ് ഇൻവേഴ്സ് സീറോ എന്ന് പറയുന്നത് സൈ ഓഫ് ക്യൂ കോമ എസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ദാറ്റ് ഈസ് ഫൈ ഓഫ് ക്യൂ പ്ലസ് എസ് ടൈംസ് എൻ ആണ്, എൻ ഓഫ് ക്യൂ ആണ്. സച്ച് ദാറ്റ് സൈ ഓഫ് ക്യൂ കോമ എസ് ഈക്വൾ ടു സീറോ. എഫ് ഓഫ് സൈ ഓഫ് ക്യൂ കോമ എസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എസ് ആണ്, അത് എസ് ഈക്വൾ ടു സീറോ ആണ്. എസ് ഈക്വൾ ടു സീറോ കോമ ക്യൂ ബിലോങ്സ് ടു യു വൺ ആൻഡ് എസ് ബിലോങ്സ് ടു ഐ. എസ് ബിലോങ്സ് ടു ഐ എന്ന് പറഞ്ഞു എസിൻ്റെ വാല്യൂ സീറോ ആണ്, അപ്പോൾ പിന്നെ രണ്ട് തവണ എഴുതേണ്ട കാര്യമില്ല. സോ യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ ഫൈ ഓഫ് ക്യൂ. എസ് സീറോ ആയതുകൊണ്ട് വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദാറ്റ് ഇൻ ദിസ് എക്സ്പ്രഷൻ. സോ ഇത് ഫൈ ഓഫ് ക്യൂ മാത്രം വരും. ഫൈ ഓഫ് ക്യൂ വേർ ക്യൂ ബിലോങ്സ് ടു യു വൺ വരും. എന്ന് വെച്ചാൽ ഇതെന്താണ്? ഫൈ ഓഫ് യു വൺ ആണ്. യു വണിലുള്ള ക്യൂകളുടെ ഇമേജസ് ആണ്, അപ്പോൾ ഇതിനെ ഫൈ ഓഫ് യു വൺ വിളിക്കാം. സോ വി ക്യാൻ പ്രൂവ് ദാറ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് സീറോ ഇസ് നത്തിങ് ബട്ട് ഫൈ ഓഫ് യു വൺ. അപ്പോൾ ഫൈ ഓഫ് യു വൺ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? ഒരു ലെവൽ സെറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഈ ഫൈ ഓഫ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് സീറോ, ഈ ലെവൽ സെറ്റ് നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഒരു സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. സർഫസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ലെവൽ സെറ്റിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, സർഫസിലെ ഒരു എഫ് ഇൻവേഴ്സ് സീറോയിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പറഞ്ഞ പോയിന്റിൻ്റെ ഡെൽ എഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? നോട്ട് ഈക്വൽ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ അത് നോട്ട് ഈക്വൽ സീറോ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഈ ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് വി നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത യു വൺ ക്രോസ് ഐ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നിന്ന് നമ്മളൊരു സൈ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ സൈക്ക് ഈ സൈ ഇവിടെ നിന്ന് കൺസിഡർ ചെയ്താൽ അതൊരു 1 ഓൺ ടു മാപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇത് മാപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇമേജിലേക്കായിരിക്കും. ഓക്കെ, സൈ പി എന്ന് പറയുന്ന പോയിന്റ്, ഇപ്പോൾ ഇവിടെ ഒരു ഇത് നമ്മൾ പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ സൈ പി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ഇവിടെ ഒരു സൈ ഓഫ് വി എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് കിട്ടുക. അപ്പോൾ അവിടെ നിന്ന് ഇത് രണ്ടും തമ്മിലുള്ള എന്താ പറയുക 1 ഓൺ ടു എന്താ പറയുക ഹോമിയോമോർഫിസ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മളിവിടെ ഈ പറഞ്ഞ സൈ റെസ്ട്രിക്റ്റഡ് ടു വി ആയിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ആക്ച്വലി ഈ എഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം സൈ ഓഫ് ക്യു എസ് ടു ഇമേജ് ഫൈ. ഇമേജ് ഫൈ എന്ന് പറയുന്നത് പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസിൽ ഫൈ എന്ന് പറയുന്ന ഇമേജ് ഫൈയിലേക്കുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഈ എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ശരിക്കും ഈ പറയുന്ന എസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്കെയിലർ എസിൻ്റെ പ്രോപ്പർട്ടി അതാണ്. ഓക്കെ, അതിൻ്റെ കാര്യത്തിലുള്ളൂ ഫൈ ഓഫ് ക്യൂ പ്ലസ് എസ് ടൈംസ് എൻ ഓഫ് ക്യൂ എന്നാണ്. എൻ ഓഫ് ക്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫൈ ഓഫ് ക്യൂ ഡോട്ട് എൻ ഓഫ് ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡയറക്റ്റ് നമുക്ക് എസ് എന്ന് കിട്ടും, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഈ പറയുന്ന ഫൈ ഓഫ് ക്യൂ പ്ലസ് എസ് ടൈംസ് എൻ ഓഫ് ക്യൂ എന്ന് പറഞ്ഞ എക്സ്പ്രഷനിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ജോമെട്രിക് മീനിങ് പറഞ്ഞതുള്ളൂ, അതിന് വലിയ റെലവൻസ് ഇല്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇനി ഡെൽ എഫ് ഓഫ് ഇസഡ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലെവൽ സെറ്റ് എടുത്ത ലെവൽ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ ഡെൽ എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? നോട്ട് ഈക്വൽ ടു സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം ഫോർ ഓൾ ഇസഡ് ബിലോങ്സ് ടു. ഓക്കെ, സോ ഡെൽ എഫ് ഓഫ് ഇസഡ്, we write this as z, del f of z where all z belongs to ഇതിൻ്റെ ഡൊമൈൻ. ഓക്കെ, ഇസഡ് എവിടെ നിന്നാണ് വരുന്നത്? ഡൊമൈൻ എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇമേജ് സൈ റെസ്ട്രിക്റ്റഡ് ടു വി. ഇവിടെയുള്ള എല്ലാ ഇസഡുകൾക്കും ഡെൽ എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് കാണിക്കണം? നോട്ട് ഈക്വൽ സീറോ എന്ന് കാണിക്കണം. അപ്പോൾ ഇസഡ് ഇമേജ് സൈ ഓഫ് യിൽ എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? സൈ ഓഫ് ക്യൂ കോമേഴ്സ് എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, അതായത് സൈയുടെ ഇമേജിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അതിനെ സം സൈ ഓഫ് ക്യൂ കോമ എസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ഓഫ് ഓൾ ഇസഡ് ബിലോങ്സ് ടു ദിസ്. ഓക്കെ, ഇതിനെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എഴുതി കഴിഞ്ഞാൽ ഫോർ ഓൾ നമുക്ക് സർഫസിലെ പോയിന്റ്സ് മാത്രം മതി. നമ്മൾ സർഫസ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻഫാക്ട് ദിസ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് സീറോ എന്നാണ്. എഫ് ഇൻവേഴ്സ് സീറോയിലെ ഒരു ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ദിസ് ഇസ് ഗോയിങ് ടു ബി അവർ സർഫസ്. ഓക്കെ, അപ്പോൾ ഈ സർഫസിലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡെൽ എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് കാണിക്കണം? നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇസഡിൻ്റെ ഫോം എന്തായിരിക്കും? അതാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഇസഡിൻ്റെ ഫോം എന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനിലെ മെമ്പർ ആയിരിക്കും. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എഫ് എവിടെ നിന്നാണ് ഡിഫൈൻ ചെയ്തത്? ഇമേജ് ആൽഫ എന്നാണ്. ഇമേജ് സൈ റെസ്ട്രിക്റ്റഡ് ടു വി എന്നാണ്.
അപ്പോൾ ഇവിടെ നിന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് ഇതിലെ മെമ്പർ ആയിരിക്കും എല്ലായ്പ്പോഴും ഇസഡ്. അപ്പോൾ ഇസഡിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? സൈ ഓഫ് ക്യൂ കോമ എസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ ഡെൽ എഫ് ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ ഇസഡ് വിച്ച് ഇസ് ഈക്വൽ ടു സൈ ഓഫ് ക്യൂ കോമ 0 എന്ന് തന്നെ വിളിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ എഫ് ഇൻവേഴ്സ് ഓഫ് 0 അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെ ഇസഡിനാണോ എഫ് ഇൻവേഴ്സ് 0 ആയിട്ട് വരുന്നത് അതിൻ്റെ ഡെൽ എഫ് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇസഡ് എഫ് ഇൻവേഴ്സ് 0 വരണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ദാറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് ഷുഡ് ബി 0. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എഫ് ഓഫ് സൈ ഓഫ് ക്യൂ കോമ എസ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? എസ് വിൽ ബി 0. ഓക്കെ, so in fact this z is equal to psi of q comma s which is equal to psi of q comma 0 ആണ്. കാരണം ഇത് z f inverse 0 വരണമെങ്കിൽ ഈ s എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. So we need to consider only these psi of q comma 0s. Okay, we evaluate del f at those points psi of q comma 0 and we will prove that is a non-zero quantity. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇസഡുകൾക്കാണ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യേണ്ടത്? ഇതൊരു റെഗുലർ പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ ഡെൽ എഫ് ഓഫ് ഇസഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഇൻഫാക്ട് വി വിൽ പ്രൂവ് ദാറ്റ് ഡെൽ എഫ് ഓഫ് സൈ ഓഫ് ക്യൂ കോമ 0 നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ സൈ ഓഫ് ക്യൂ കോമ 0 ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് 0. എഫ് ഇൻവേഴ്സ് 0 എല്ലാ പോയിന്റ്സും ഈ ഫോമിലായിരിക്കും. ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളൊരു പാരാമെട്രൈസ്ഡ് കർവ് അല്ലെങ്കിൽ ഒരു പാരാമെട്രൈസ്ഡ് കർവ് നമ്മൾ ചൂസ് ചെയ്യാൻ പോവാണ്. ആ പാരാമെട്രൈസ്ഡ് കർവ് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ആൽഫ ഓഫ് എസ് എന്നാണ്. ഡിഫൈൻ ആൽഫ ഓഫ് എസ് ഫസ്റ്റ്. ഓക്കെ, ആൽഫ ഓഫ് എസ് ഈക്വൽ ടു സൈ ഓഫ് ക്യൂ കോമ എസ്. ഓക്കെ, ഫോർ ഓൾ എസ് ബിലോങ്സ് ടു ഐ എന്നോ അല്ലെങ്കിൽ നമ്മൾ എസ് പ്രോപ്പറായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൽഫ ഓഫ് എസ് എന്ന് പറയുന്ന ഒരാൾ കൺസിഡർ ചെയ്യാം. അത് നമ്മൾ വിളിച്ചിരിക്കുന്നത് ക്യൂ ഓഫ് psi of q comma s ആണ്. എന്താണ് psi of q comma s? that will be phi of q plus s times n of q ആണ്. Okay, so this alpha can be considered as a function from I to this phi of q plus അല്ലെങ്കിൽ rn plus 1 ലേക്കുള്ള ഒരു പാരാമെട്രൈസ്ഡ് കർവ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം പറയുന്നത് എന്താണ് ആൽഫ ഡോട്ട്. ഓക്കെ, ആൽഫ ഡോട്ട് ഓഫ് 0 എന്താണെന്ന് വെച്ചാൽ ഇതിനെ വിത്ത് റെസ്പെക്ട് എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് 0 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പാരാമെട്രൈസ്ഡ് കർവ് ആണെന്നും ഇത് ആൽഫ ഡോട്ട് 0 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദിസ് ക്വാണ്ടിറ്റി ആൽഫ ഓഫ് എസ് വി റൈറ്റ് ദിസ് del f of z dot we will evaluate this first n of q. അതായത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഡെൽ എഫ് ഓഫ് ഇസഡ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എപ്പോഴും നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ആൽഫ ഓഫ് എസ് എടുത്തിട്ട് ആൽഫ ഓഫ് എസിൻ്റെ ടൈമിൽ നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഡെൽ എഫ് ഓഫ് ഇസഡ് ഡോട്ട് എൻ ഓഫ് ക്യൂ എന്നാണ്. അതെന്ന് പറയുന്നത് ഡെൽ എഫ് ഓഫ് ഇസഡിന് പകരം എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഓഫ് 0 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? കാരണം ആൽഫ ഓഫ് എസ് ഇതാണെങ്കിൽ ആൽഫ ഓഫ് 0 എന്ന് പറയുന്നത് സൈ ഓഫ് ക്യൂ കോമ 0 ആയിരിക്കും. ഓക്കെ, ഡോട്ട് എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഡോട്ട് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ആൽഫ ഡോട്ട് 0 എന്ന് വിളിക്കാൻ പറ്റും. എന്താണ് ആൽഫ ഡോട്ട് 0? അതായത് നമുക്കിവിടെ ഇവാലുവേറ്റ് ചെയ്യാം. എന്താണ് ആൽഫ ഡോട്ട് എസ് എന്ന് പറയുന്നത്? ഇതിനെ ഈ പറയുന്ന എക്സ്പ്രഷനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഫൈ ഓഫ് ക്യൂവിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, എസിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ദാറ്റ് ടൈംസ് എൻ ഓഫ് ക്യൂ വരും. അപ്പോൾ ആൽഫ ഡോട്ട് എസ് എന്ന് പറയുന്നത് എൻ ഓഫ് ക്യൂ ആണ്. സോ ആൽഫ ഡോട്ട് 0 എന്ന് പറയുന്നത് എൻ ഓഫ് ക്യൂവിനായിരിക്കും. സോ ഡെൽ എഫ് ഓഫ് ഇസഡ് ഡോട്ട് എൻ ഓഫ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡെൽ എഫ് ഓഫ് ഇസഡിന് പകരം ആൽഫ ഓഫ് 0 എന്ന് എഴുതാം. ഡോട്ട് എൻ ഓഫ് ക്യൂവിന് പകരം എന്ത് എഴുതാൻ പറ്റും? ആൽഫ ഡോട്ട് 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ആൽഫ ഡോട്ട് 0 ഈക്വൽ ടു എൻ ഓഫ് ക്യൂ. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഡെൽ എഫ് ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ടി എന്ന് പറയുന്നത് എന്താണ്? എഫ് കോമ്പോസിഷൻ ആൽഫയുടെ ഡെറിവേറ്റീവ് അറ്റ് 0 ആണ്. ഓക്കെ, ഇത് എല്ലായ്പ്പോഴും എന്താണ്? എഫ് കോമ്പോസിഷൻ ആൽഫയുടെ ഡെറിവേറ്റീവ് അറ്റ് 0 എന്തായിരിക്കും? അത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് അത് എഫ് കോമ്പോസിഷൻ ആൽഫ എഴുതാം, വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അവിടെ
എസിന് പകരം 0 കൊടുക്കുക. അപ്പോൾ എന്താണ് എഫ് കോമ്പോസിഷൻ ആൽഫ ഓഫ് എസ്? വി ക്യാൻ ഫസ്റ്റ് റൈറ്റ് ദിസ് വൺ. ദാറ്റ് ഈസ് എഫ് ഓഫ് what is alpha of s? That is phi of q plus s n of q1. Okay, so this will be our s, and f of this quantity s ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. So what is the derivative of this composition? So this implies f composition alpha derivative, okay, at s equal to 1. So this implies f composition alpha derivative at 0 എന്ന് പറയുന്നത് തന്നെയായിരിക്കും 1 ആയിരിക്കും. So that will be 1 always. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? നമ്മളൊരു ഡെൽ എഫ് ഓഫ് ഇസഡ് ഡോട്ട് എൻ ഓഫ് ക്യൂ ചെയ്തപ്പോൾ എല്ലായ്പ്പോഴും 1 ആണ് കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഡെൽ എഫ് ഇസഡ് ഡോട്ട് എൻ ഓഫ് ക്യൂ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പാരാമീറ്ററൈസ്ഡ് കർവ് ആൽഫ ഓഫ് എസ് ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ. നമുക്കറിയാം ഇത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദാറ്റ് കർവ് ആണ്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് 1 കിട്ടി. എല്ലാ ഇസഡിനും ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ഇതൊരു ഇസഡായിട്ട് എടുത്താൽ ദിസ് നെവർ ബി 0. കാരണം ഇത് എപ്പോഴെങ്കിലും 0 ആയിരുന്നെങ്കിൽ this dot product will have to be 0 at that point. Okay, so ഇത് നമുക്ക് ഇങ്ങനെ പറയാം, if this were 0 then this would have been 0 at that point. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇത് ഒരിക്കലും 0 ആവില്ലെന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ പറയുന്ന ക്വാണ്ടിറ്റി, ഈ ഡോട്ട് പ്രൊഡക്റ്റ് 0 അല്ലെന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ഒരിക്കലും 0 അല്ലെന്ന് പറയാം. എന്ന് വെച്ചാൽ we can write del f of z dot n of q not equal to 0 implies del f of z not equal to 0 for all z. Okay, so this proves the regularity of the surface. Now you can think of this fy of u1 as f inverse 0, which is a surface. Okay, inverse 0 is equal to s is a n surface. ഇതാണ് സെക്കൻഡ് തിയറത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് ടെക്സ്റ്റിൽ ഈ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസിനെ എങ്ങനെയാണ് വെയിൻ കാർട്ടൺ മാപ്പ് ഡിഫൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസിൻ്റെ കേസിൽ നമുക്ക് ടാൻജൻറ്റ് സ്പേസ് ഡിഫൈൻ ചെയ്യാം. അതേപോലെ തന്നെ നോർമൽ വെക്ടർ ഫീൽഡ് സർഫസിൻ്റെ പോലെ തന്നെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസിൻ്റെ ഒരു പാരാമീറ്ററൈസേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസിനെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വെയിൻ കാർട്ടൺ മാപ്പ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സർഫസിലെ പാരാമീറ്ററൈസ്ഡ് സർഫസിൻ്റെ വെയിൻ കാർട്ടൺ മാപ്പിന് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ സർഫസിൻ്റെ കേസിൽ LPV എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ആ വി കംസ് ഫ്രം ദ ടാൻജൻറ്റ് സ്പേസ്. ഇവിടെ ടാൻജൻറ്റ് സ്പേസ് എന്ന് പറയുന്നത് D5 എന്ന് വെച്ചാൽ D5യുടെ ഇമേജ് സെറ്റിനെയാണ് ഇവിടെ ടാൻജൻറ്റ് സ്പേസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാൻജൻറ്റ് സ്പേസിലെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുന്നു. അത് നമ്മൾ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസിൻ്റെ നോർമൽ വെക്ടർ ഫീൽഡ് ഉപയോഗിച്ച് അവിടെ പറഞ്ഞ അതേപോലെ തന്നെ അവിടെ സർഫസിൻ്റെയാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ പാരാമീറ്ററൈസ്ഡ് സർഫസിൻ്റെ ഉപയോഗിക്കും. അങ്ങനെ വെയിൻ കാർട്ടൺ മാപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഉപയോഗിച്ച് നമുക്ക് ഗൗസ് ക്രോണക്കർ കർവേച്ചർ എല്ലാം ഈ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസിനും ഡിഫൈൻ ചെയ്യാന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് എൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ എൻ സർഫസുകൾ അല്ലെങ്കിൽ സർഫസുകളുടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ എന്താണ്, u(Rn) നിന്ന് Rn+1 ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസ് ആവുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്ററൈസ്ഡ് ഡെൻസ് സർഫസുകളുടെ ഇൻ്റർസെക്ഷനെ പറ്റിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ n ഡയമെൻഷനിൽ നിന്ന് n+1 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി n ഡയമെൻഷനിൽ നിന്ന് n+k, n+1 ആവണമെന്നില്ല, n+2, n+3, n+4 ഒക്കെ ആയിട്ടുള്ള സ്ഥലത്തേക്കുള്ള എന്താ പറയുക പാരാമീറ്ററൈസ്ഡ് കർവുകൾ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്ഫിയറും സർഫസ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലെവൽ സെറ്റായിട്ട് n സ്ഫിയറും n സിലിണ്ടറും എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 0 അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് സം c എന്ന് പറയുന്ന ലെവൽ സെറ്റ്സ് ഉപയോഗിച്ചാണ്. ആ ലെവൽ സെറ്റ്സ് എല്ലാം നമ്മൾ Rn+1 നിന്ന് R ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ Rn+1 n സർഫസുകളാണ് അതുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇനി അടുത്ത കേസിൽ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ R3 2 സർഫസ്, R4 3 സർഫസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി R3 ഒരു 1 സർഫസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, അതുപോലെ R5 ഒരു 2 സർഫസ് എന്ന് പറയുന്നത് എന്താണ്? ഇനി R8 ഒരു 2 സർഫസ് എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു തിയറം ഉണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് തിയറമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് ലാസ്റ്റ് തിയറത്തിന് തേർഡ് തിയറത്തിൻ്റെ പ്രൂഫ് നമുക്കില്ല, ഫോർത്ത് തിയറം ലാസ്റ്റ് തിയറത്തിൻ്റെ പ്രൂഫ് നമുക്കുണ്ട്. അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഫോർ n സർഫസസ്. അത് ഇത്ര നേരം നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം Rn+1 ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി സർഫസിൽ എന്താണ് ഈ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം, അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.